സംസ്ഥാനത്തെ കെട്ടിട നിർമ്മാണ ക്ഷേമനിധി പെൻഷൻ മുടങ്ങിയിട്ട് ഒരു വർഷം. 3.5 ലക്ഷത്തിലധികം തൊഴിലാളികൾക്ക് 1600 രൂപ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും സർക്കാർ നൽകിയിട്ട് 13 മാസമാകുന്നു. കിട്ടുന്ന തുച്ഛമായ വേതനത്തിൽ നിന്നും അംശാദായം അടച്ച തൊഴിലാളികളോടാണ് സർക്കാരിൻ്റെ ക്രൂരത. വാർദ്ധക്യകാലത്ത് ലഭിക്കുന്ന ഏക വരുമാനവും നിലച്ചതോടെ വലിയ പ്രതിസന്ധിയിലാണ് ഓരോ തൊഴിലാളികളും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞാണ് കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി സംസ്ഥാനത്തെ കെട്ടിട നിർമ്മാണ ക്ഷേമനിധി പെൻഷൻ സർക്കാർ മുടക്കുന്നത്. 1600 രൂപയാണ് പ്രതിമാസം തൊഴിലാളികൾക്ക് നൽകിയിരുന്നത്. പെൻഷൻ ലഭിക്കാതെ വന്നതോടെ 3.5 ലക്ഷത്തിലധികം തൊഴിലാളികളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. പണിയെടുത്ത കാലത്ത് ലഭിച്ചിരുന്ന വേതനത്തിൽ നിന്നും ഇവർ അംശാദായവും അടച്ചിരുന്നു. എന്നിട്ടാണ് ഇടതു സർക്കാരിന്റെ ഈ ചതി. പാടത്തും പറമ്പ് വെയിലും കൊണ്ട് പണിയെടുത്തിട്ട് കിട്ടുന്ന അവരുടെ അന്നന്നത്തെ ആ കൂലിയിൽ നിന്ന് ഒരു തുച്ഛമായ തുക ക്ഷേമനിധിയിൽ അടച്ചിട്ട് 60 വയസ്സ് കഴിഞ്ഞ് പെൻഷൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി നിൽക്കുന്ന തൊഴിലാളി 60 വയസ്സ് കഴിഞ്ഞ് പെൻഷനും ഇല്ല. അവരടച്ച പണം പൂർണ്ണമായിട്ട് തിരിച്ചു കൊടുത്തിട്ട്, പൂർണ്ണമെന്നല്ല, ഒരു പണം പോലും തിരിച്ചു കൊടുത്തില്ല. 13 മാസത്തെ പെൻഷൻ കുടിശ്ശിക എന്ന് പറഞ്ഞാൽ തികച്ചും ജനദ്രോഹപരമായ ഒരു നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. പെൻഷൻ മാത്രമല്ല, സർക്കാർ വാഗ്ദാനം ചെയ്ത മറ്റെല്ലാ ആനുകൂല്യങ്ങളും ഇപ്പോൾ മുടങ്ങിയിരിക്കുകയാണ്. പലതവണ പരാതി പറഞ്ഞു, നിവേദനങ്ങൾ നൽകി, ഒടുവിൽ തെരുവിലിറങ്ങി സമരം ചെയ്തു. പക്ഷേ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ഭാരതീയ മസ്ദൂർ സംഘത്തിൻ്റെയൊക്കെ ശക്തമായ പ്രക്ഷോഭത്തിന് ഫലമായിട്ട് സെസ് പിരിവ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഏൽപ്പിക്കാനുള്ള ഓർഡർ വന്നു. പക്ഷേ അത് പ്രാവർത്തികമാക്കിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ആ സെസ് പിരിവ് കാര്യക്ഷമമായി നടന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രതിസന്ധിക്ക് പരിഹാരമാകുമായിരുന്നു. ഇന്ന് നമുക്കറിയാം, കോഴിക്കോട് ജില്ലയിൽ നല്ല കേരളത്തിൽ മൊത്തം അനവധി ബിൽഡിങ്ങുകൾ പൊങ്ങുന്നുണ്ട്, ഒട്ടനവധി ബിൽഡിങ്ങുകൾ പൊങ്ങുന്നുണ്ട്. ഈ ബിൽഡിങ്ങിലേക്ക് 1% സെസ് എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപയുണ്ടാവും. ഇത് തന്നെ കാര്യക്ഷമമായിട്ട് പിരിച്ചെടുത്താൽ മതി. ഇത് സർക്കാരിൻ്റെ തികച്ചും നിരുത്തരവാദമായ പ്രവൃത്തിയാണ്, അനാസ്ഥയാണ്. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി തന്നെ നടത്തുന്നുണ്ട്. ഈ ഓണക്കാലവും പട്ടിണിയിലാകുമെന്ന് ഇവർക്ക് ഉറപ്പായി. എങ്കിലും സർക്കാരിന്റെ കനിവിനായി കാത്തിരിക്കുകയാണ് ഓരോ തൊഴിലാളിയും. ജനം, കോഴിക്കോട്.